ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിനെ ചൊല്ലി മുസ്ലിം ലീഗിലും അതൃപ്തി പുകയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന് പറയുന്നത് തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. സമസ്ത അടക്കമുള്ള സംഘടനകളെ UDF-ൽ നിന്ന് അകറ്റാൻ ജമാഅത്ത് ബന്ധം കാരണമാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. VD സതീശന്റെ പ്രസ്താവന മുന്നണിക്കുള്ളിലും മുറുമുറുപ്പുണ്ടാക്കുന്നുണ്ട് എന്ന് വേണമോ കരുതാൻ എന്നതാണ് ചോദ്യം. വിവരങ്ങൾ നൽകാൻ മുബഷീർ പി അക്ബർ ഉണ്ട്. ഗുഡ് ഈവനിംഗ് മുബഷീർ. ഇതിലിപ്പോൾ നമുക്കറിയാം ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കാണ് EK സമസ്ത വിഭാഗം. അതിൽ ഈ സമസ്തയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾ, പ്രമേയം അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള പ്രസംഗങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നൊരു ആശങ്ക ലീഗിനുണ്ട്. ആ അതൃപ്തിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇത്രയും ദിവസം ഒരു മൗനമായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആവില്ല എന്ന് വേണമോ കരുതാൻ? ഗുഡ് ഈവനിംഗ് സുധി. തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാധാരണ ഒഴിഞ്ഞു മാറാറുള്ള മുസ്ലിം ലീഗിനെ തന്നെ ഞെട്ടിപ്പിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അവർ അവതരിപ്പിച്ച പ്രമേയം. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അവതരിപ്പിച്ച പ്രമേയത്തിൽ വളരെ കൃത്യമായിട്ടും മതരാഷ്ട്രവാദത്തിനെതിരെ സമസ്ത പറയുന്നുണ്ട്. മൗദൂദിസ്റ്റ് ചിന്തകൾ സമൂഹത്തിൽ, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നുള്ളതായിരുന്നു സമസ്ത പറഞ്ഞിരുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ സമസ്ത നേതാക്കളുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. ഈ ആശയങ്ങളൊക്കെ തന്നെ സമുദായത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പടർത്താനാണ് ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നത്. അതിന് സമസ്ത അനുവദിക്കില്ല എന്നുള്ളതാണ് ഇന്ന് MT അബൂബക്കർ ദാരിമി പറഞ്ഞിരിക്കുന്നത്. ഒരു ഭാഗത്ത് സമസ്തയെ പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളിൽ ഒന്ന് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നിലപാട് കടുപ്പിച്ചത് തന്നെയാണ് മുസ്ലിം ലീഗിലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമാണ് ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. KM ഷാജിയെ പോലെയുള്ള MK മുനീറിനെ പോലെയുള്ള നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപന കാലഘട്ടം മുതൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കാറുണ്ട്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് വളരെ കൃത്യമായി പറയുന്ന ആളുകൾ തന്നെയായിരുന്നു ഇവർ. പക്ഷേ ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ UDF സ്വീകരിച്ച, വിശിഷ്യ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് മാറ്റം നമ്മൾ കണ്ടതാണ്. VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ പുൽകിക്കൊണ്ട് സംസാരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടെന്നൊരു അവകാശവാദം കോൺഗ്രസ് തന്നെ നടത്തുന്നു. ആ രീതിയിൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ സമീപകാലത്തായി ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷൂറാംഗമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അനിവാര്യ, അതായത് മതരാഷ്ട്രവാദത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് വീണ്ടും അവരുടെ പഴയ ആശയത്തിലേക്ക് തന്നെ ജമാഅത്ത് ഇസ്ലാമി പോകുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു ഘട്ടത്തിൽ UDF പ്രതിരോധത്തിലാകുന്നുണ്ട്. സജീവമായിട്ടൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം സമസ്ത പ്രമേയം അവതരിപ്പിച്ചിരുന്നത്. ഈ പ്രമേയം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സമസ്തയുടെ നിലപാട് ഉൾപ്പെടെ പരിഗണിക്കണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. വിശേഷം ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞിരുന്ന മുസ്ലിം ലീഗ് ഒരു നയം മാറ്റം നടത്തിയതിനോട് ലീഗിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. വരാൻ പോകുന്ന ആ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതൃയോഗത്തിൽ നേതൃസ്ഥാനത്തിലുള്ള നേതാക്കൾ തന്നെ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷം മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിട്ടുള്ള EK സമസ്ത വിഭാഗം ഇത്തരമൊരു നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്നും അകന്നു പോയാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ക്ഷീണം ചെയ്യുക, പ്രതിസന്ധി ഉണ്ടാക്കുക ലീഗിനാണെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തുടർച്ചയായിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കുന്ന, ന്യായീകരിക്കുന്ന, പിന്തുണക്കുന്ന പരസ്യ പ്രസ്താവനകളിൽ നിന്നും VD സതീശൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട UDF-ന്റെ നേതാക്കൾ പിന്നോട്ട് പോകണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ നിന്നും ഉയർന്ന പ്രധാനപ്പെട്ട ആവശ്യം. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന തെളിയിക്കേണ്ട ബാധ്യത ജമാഅത്ത് ഇസ്ലാമിക്ക് തന്നെയാണ്. അതവർ ചെയ്യട്ടെ. അതിനുവേണ്ടി എന്തിനാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ രംഗത്ത് വരുന്നതെന്ന ചോദ്യവും ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സമസ്തയുടെ ഭിന്നത ഉടലെടുക്കുന്നുണ്ട് എന്ന് വേണം തന്നെ കരുതാൻ. കാര്യത്തിൽ എന്താകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.